ഒരു കളക്ടർ എഗ്രിമെന്റ് വെച്ചിട്ട് അവരോട് പറഞ്ഞിട്ട് ഉടനെ തീർത്തു തരാം, 60 പേർക്ക് 50 സെന്റ് ഭൂമി വെച്ച് നൽകാം എന്ന് അവരോട് പറഞ്ഞിട്ട് അവരെ കളിപ്പിച്ചു. ഇത് വീണ്ടും എഴുതി കൊടുത്ത് ഡിസംബർ 31 2024 ഡിസംബർ 31 ഈ ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടും കൊടുത്തില്ല. പട്ടയം കൊടുക്കാം, പട്ടയം പൂർണ്ണമായ അവകാശമുള്ള പട്ടയം വിതരണം നടത്താം എന്ന് പറഞ്ഞു. എന്നിട്ടും അവരെ കളിപ്പിക്കുകയാണ്. 314 ദിവസമാണ് ആദ്യഘട്ടത്തിലെ സമരം നടത്തിയത്. അന്ന് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ബിന്ദു വൈലാശ്ശേരിയുടെ ജീവൻ അപകടത്തിലാകുമെന്ന് കണ്ടപ്പോഴാണ് ഈ എഗ്രിമെൻ്റ് ഉണ്ടായത്. എന്നിട്ട് വീണ്ടും അവർ രണ്ടാം ഘട്ടത്തിൽ 21 ദിവസത്തെ സമരമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് സർക്കാരോട് പറയാനുള്ള, അവരെ കളിപ്പിക്കരുത്. പാവങ്ങളാണ്, കണ്ടില്ലേ നിങ്ങൾ, അവരെ കണ്ടില്ലേ, പാവങ്ങളാണ്, നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഭൂമിയുണ്ട്, കൊടുക്കാനുള്ള ഭൂമിയുണ്ട്, എന്നാലും കൊടുക്കില്ല. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ റവന്യൂ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മന്ത്രിയുമായിട്ട് ബന്ധപ്പെടും. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നൊരു അനുകൂല തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തിയായ സമ്മർദ്ദം. നിലമ്പൂരുകാരാണ് അല്ല, അത് കൊണ്ട് മാത്രമല്ലല്ലോ, അത് വേറെ പ്രശ്നം. അവർ ഈ ഇലക്ഷനൊക്കെ നടക്കുന്ന ഓർത്തിട്ടല്ലല്ലോ അവർ നേരത്തെ സമരം ചെയ്തു. സമരവുമായി ബന്ധപ്പെട്ട് അവർ സംസാരിച്ചിരുന്നു നേരത്തെ തന്നെ. തീർച്ചയായിട്ടും ഇടപെടും. ഞാൻ ഇതിനു മുൻപും ഈ സമരസമിതി നേതാക്കളുമായിട്ട് നേരത്തെയും അവർ വന്ന് സംസാരിച്ചിരുന്നു. ഞങ്ങൾ ഈ വിഷയം അസംബ്ലിയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ തീരുമാനം ഉണ്ടാക്കാൻ പറ്റും. അന്ന് തീരുമാനം ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. മുൻകൂട്ടി തന്നെ ഇവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. നേരത്തെ തന്നെ ഈ രണ്ടാം ഘട്ട സമരം തുടങ്ങുന്നതിന് മുമ്പ് അവരുമായിട്ട് സംസാരിച്ചിരുന്നു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.